ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് ഇതേപോലെ പ്രൊമോഷൻ വീഡിയോസ് PR കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എങ്ങനെയെന്നാണ്. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും പറയുന്നതാണ്. പിന്നെ വന്നേക്കണ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് ആദ്യമേ വായിക്കാം. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ 1 by 1 എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ പോകാം. ഇത് വലിയ പ്രിപ്പേർഡും കാര്യമല്ല, പക്ഷെ ജെന്യൂനായിട്ട് എൻ്റെ ഉള്ളിൽ തുറന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾക്കിത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും Q&A ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നിരുന്നു, അത് ഞാൻ എഴുതിയില്ല. ലൈക്ക് നേരത്തെയും എനിക്ക് എപ്പോഴും വരാറുള്ള ക്വസ്റ്റ്യൻസ് അത് എഴുതിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ എനിക്ക് കുറച്ച് കോമൻസ് വന്നിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. ആദ്യം തന്നെ വന്നത് ാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസൊന്നും ഞാൻ പറയണില്ല. അപ്പം അത് ഞാൻ ഒരു വീഡിയോ ആദ്യമേ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് ഒരു എന്താ പറയുക ടൈം പാസിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ വീഡിയോ തുടങ്ങിയതും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ലൈക്ക് എനിക്കിങ്ങനെ അതിൽ നിന്നൊരു വരുമാനം കിട്ടണം എന്നുള്ള പ്രതീക്ഷ ഒന്നും വെച്ചിട്ടല്ല. അതുപോലെ ഇത്രയും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് മനസ്സിൽ പോലും കരുതിയല്ലേ. ഇത്രയും സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് എനിക്ക് പറയേണ്ടത് കോണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. കോണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. എനിക്കറിയാവുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാനൊരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ലെങ്തി വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമേ എനിക്കിത് ചെറുതായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ വീഡിയോ ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടില്ലല്ലേ, യൂട്യൂബിനെ കുറിച്ചല്ലേ നിങ്ങൾ ചോദിച്ചത്. അപ്പോൾ അതും ഇതിൽ പെടുമല്ലോ. അപ്പം എനിക്ക് ആദ്യമേ ഒരു സപ്പോർട്ടും സിംഗിൾ സപ്പോർട്ട് പോലെ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ വലിയ പ്രൊമോട്ടും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ യൂട്യൂബിൽ ചെയ്യണ വീഡിയോ എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ വളരണം എന്നായിരുന്നു. അല്ലാതെ എനിക്കിപ്പം ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എനിക്ക് കുഴപ്പമില്ലാത്ത ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഷെയർ ചെയ്ത് എനിക്ക് ഇതേപോലെ വ്യൂസ് കിട്ടോ ഇല്ലെന്നൊന്നും അറിയില്ല, കിട്ടിയാണേ. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സിൽ എനിക്ക് ഇതിൽ നിന്ന് തന്നെ വളരണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ വലുതാണെങ്കിൽ ഞാൻ കൂടുതലൊന്നും ഇതിൽ പ്രതീക്ഷിക്കണില്ല. എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് വേണം, എനിക്ക് ഇത്രയും വേണം, ഇത്രയും ഇത് പ്രതീക്ഷ കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഇത്രയും പൈസ കിട്ടണം, അങ്ങനത്തെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എനിക്ക് അങ്ങനെയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ഷെയർ ചെയ്യുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. അല്ലാതെയും എനിക്ക് ഒരു സിംഗിൾ സപ്പോർട്ട് എനിക്ക് അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. അന്ന് അറിയാത്ത ആൾക്കാരിൽ നിന്ന് എനിക്ക് ഇഷ്ടംപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത്. നമ്മൾ അറിയാത്തവർ ഇത്രയും സംഭവം. അപ്പം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ അറിയാവുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും പ്രതീക്ഷിച്ച് മാത്രം വീഡിയോ തുടങ്ങരുത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാവുന്ന ആൾക്കാർ പോലും നമ്മളെ കളിയാക്കാതിരിക്കാം. ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞാൽ എനിക്കും ഇപ്പം എൻ്റെ ഓരോ കാര്യമൊക്കെ ആദ്യമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കളിയാക്കലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഈ ചെവി കൂടി കേട്ട് ആ ചെവി കൂടെ കളഞ്ഞു. അതുകൊണ്ടായിരിക്കാം ഇപ്പം എനിക്ക് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റണത്. അതും പറഞ്ഞ് ഞാൻ ഇപ്പോൾ വലിയൊരു അല്ലെങ്കിൽ ഇത്രയും ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ഇത് അങ്ങനെയൊന്നും എനിക്കില്ല. എനിക്ക് യൂട്യൂബിൽ ഭയങ്കര ഫോളോവേഴ്സൊന്നുമല്ല. അതേക്കുള്ള എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് ഉള്ളത്. അപ്പോൾ ടിപ്സ് എനിക്ക് യൂട്യൂബിൽ ഞാൻ അതെന്തുകൊണ്ടാണ് എന്ന കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിലും എനിക്കെങ്ങനെ ഇത്രയും ഫോളോവേഴ്സ് വന്നു, ഇതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ പ്രതീക്ഷ വെച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടിട്ട് അവരെ കോപ്പി ചെയ്യാനോ അല്ല പോകേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം, എനിക്കിഷ്ടപ്പെടുന്ന കാര്യമാണ് ഇതിലൂടെ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്കത് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചാണല്ലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നത്. യൂട്യൂബ് ഞാൻ ഒരു പ്രതീക്ഷ ഒന്നും വെക്കാതെ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റോറി ആദ്യമേ ഇട്ടിട്ടുണ്ട്. അത് ചുമ്മാ നമ്മളിപ്പോൾ ഷോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ സിസ്റ്റർ ഇൻ ലോയും ഞാനും കൂടിയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സിസ്റ്റർ ഇൻ ലോയിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സിംഗിളായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. അത് ഇപ്പം നമ്മൾ കുക്ക് ചെയ്യും കാര്യങ്ങളും. പക്ഷേ എനിക്ക് കുക്കിങ്ങിലേക്കാട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്കറിയാം ഷോപ്പിംഗാണ്. ഷോപ്പിംഗ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, മേക്കപ്പ് കാര്യങ്ങൾ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇട്ടേക്കണത്. അതിൻ്റെ റിസൾട്ടായിട്ടാണ് എനിക്കിപ്പോൾ പ്രൊമോഷനും കാര്യങ്ങളും വരാൻ തന്നെ തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ചെയ്യാം. പിന്നെ ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ വളരെയേറെ
എത്രയോ വർഷം ഞാൻ ഇത് മാത്രം ലൈക്ക് സ്കിൻ കെയർ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ വ്ളോഗ് മാത്രം ആയിരുന്നു കണ്ടിരുന്നേച്ചത്. അത് ഇത് തുടങ്ങാൻ വേണ്ടിയല്ല, ഇത് തുടങ്ങുമെന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം എനിക്ക് അങ്ങനെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഇത്. പക്ഷെ ഞാനിത് എല്ലാം എൻ്റെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ, എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ ചെയ്യാറ്. ബ്യൂട്ടി വ്ളോഗർ എന്നുള്ള ഒരു പേരല്ല, എന്താണ്, ഞാൻ എല്ലാം ഇതിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മേക്കപ്പും സ്കിൻ കെയറും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോസിൽ ചെയ്യാറ്. പിന്നെ അല്ലാതെ കുക്കിംഗ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുള്ള ഇപ്പോൾ UK അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഞാൻ ഈ വീഡിയോസിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻസ്. ഞാൻ മൂവ് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചായിരുന്നു. UK എന്തുകൊണ്ടാണ് മൂവ് ചെയ്തതെന്ന് വെച്ചായിരുന്നു. അത് സത്യം പറയാമല്ലോ, അതെനിക്ക് UK മൂവ് ചെയ്യാൻ കാരണം ഇപ്പോൾ ഹസ്ബൻഡ് ഷിപ്പിലായിരുന്നു. നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു പ്രതീക്ഷ മാത്രം, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തത്. അല്ലാതെ വേറെ ഞാൻ ഈ പുറത്തേക്ക് എബ്രോഡ് പോയി ജീവിക്കുക ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയേ അല്ലായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് എബ്രോഡ് പോകണം, അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ആവണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹിക്കണ ഒരു വ്യക്തിയല്ല, അല്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കണം ഫാമിലിയായിട്ട്. ഫാമിലി മീൻസ് ഞങ്ങൾ 3 പേര്, ഇപ്പം സാക്ക്, ഞാൻ, ബാലു, അങ്ങനെ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ UK വന്നത്. പക്ഷേ എബ്രോഡ് വന്നപ്പോൾ എനിക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായി. എന്താണ്, കുറേ ഡിഫറൻസ് നമ്മുടെ ലൈഫിൽ വരും, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതും ഒരു കണ്ടൻ്റ് ആക്കാമെന്ന് വിചാരിച്ച് എന്താ, എനിക്ക് ഈ കാര്യങ്ങളൊന്നും ഒരു വീഡിയോയിൽ മാത്രം ഒതുക്കാൻ പറ്റുന്നതല്ല. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഇവിടെ വന്നിട്ട് ഫേസ് ചെയ്ത കാര്യങ്ങളും ഇതും കൂടി നിങ്ങളോട് പറയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട്, കാര്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമുക്കൊരു കോണ്ടന്റ് ആക്കാമല്ലോ, എന്തുകൊണ്ട്. അപ്പം അതിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് നിങ്ങൾ റെഗുലറായിട്ട് കാണാൻ നോക്കാം. അപ്പം യെസ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എന്തുകൊണ്ടാണ് മൂവ് ചെയ്തത്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം നമുക്ക് ബാക്കിയുള്ള വീഡിയോയിൽ പറയാം. പിന്നെ ഫുൾ ടൈം ജോബ്, ഞാനിവിടെ ഫുൾ ടൈം ആയിട്ട് ഇപ്പം കറൻ്റ്ലി ഫാർമസിയിലാണ് വർക്ക് ചെയ്യണത്. ഞാൻ നാട്ടിലെ ഇന്ത്യയിൽ കേരളത്തിൽ ഫാർമസിസ്റ്റ് ആയിരുന്നു. ഇവിടെ ഞാൻ ഡിസ്പെൻസറായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പം ഫാർമസിയിൽ തന്നെ എനിക്ക് വർക്ക് വിസ കിട്ടി. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ കയറി. പിന്നെ ഞാനിവിടെ മാസ്റ്റേഴ്സാണ് എടുത്തത്, ഫാർമസ്യൂട്ടിക്കൽ സയൻസ്. അപ്പം അത് എനിക്ക് കമ്പനിയിൽ വർക്ക് കിട്ടിയതാണ്. അത്യാവശ്യം നല്ല പേയ്മെൻറ്റോടെയാണ് കിട്ടിയത്. പക്ഷേ അത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്കിവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ വർക്ക് വിസ വേണം. വർക്ക് വിസ എനിക്ക് ഫാർമസിയിലാണ് കിട്ടിയത്, വിച്ച് ഈസ് എൻ്റെ ജോബ് അത് തന്നെയാണ്. അപ്പം ഞാൻ അവിടെയാണ് ഇപ്പോൾ കറൻ്റ്ലി Monday to Friday വർക്ക് ചെയ്യുന്നത്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഫാർമസി തന്നെയാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നാട്ടിലെ ഫാർമസിയിലാണ്, ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഫാർമസിയിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്. അത് ലക്ക് തന്നെയായിരുന്നു. പഠിച്ചിറങ്ങിയത് അപ്പം തന്നെ എനിക്ക് ഇവിടെ വർക്ക് വിസ അല്ല, ജോബ് കിട്ടിയായിരുന്നു. അപ്പോൾ ജോബ് ഞാൻ അവിടെ നിന്ന്, അങ്ങനെയാണ് എനിക്ക് വർക്ക് വിസയൊക്കെ കിട്ടിയത്. അതൊക്കെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇത് ഭയങ്കര ലെങ്തി ആയിപ്പോയി. എനിക്ക് വീഡിയോ ഭയങ്കര ലെങ്തി ആക്കാൻ ഇഷ്ടമല്ല, അതാണ് ഞാൻ സ്പീഡി പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, കൂടുതൽ നിങ്ങൾക്ക് കേൾക്കാനും അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറയുന്നതാണ്. അതുകൊണ്ടാണ് ഷോർട്ടായിട്ട് പറഞ്ഞു പോണത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ട്. സ്കിൻ കെയറിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് മേക്കപ്പാണ്. മേക്കപ്പിൽ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ലിപ്സ്റ്റിക്കാണ്. കാരണം ഞാൻ ലിപ്സ്റ്റിക്കിനേക്കാൾ സ്കിൻ കെയർ പ്രോഡക്റ്റിൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഞാൻ സൺസ്ക്രീൻ എന്ന് പറയും. കാര്യം ഞാൻ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങാറില്ല. സൺസ്ക്രീനാണ് എൻ്റെ ഫേവറേറ്റ്. അതിൽ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാവർക്കും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ലാ റോഷ് പോസയാണ്. പിന്നെ സ്കിൻ അവർ പറയുമ്പോൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ അത്യാവശ്യം എന്നോട് 4-5 പേര് എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇതേപോലെ എന്ത് പ്രോഡക്റ്റ് വേണം, ചിലപ്പോൾ ഞാൻ ഇതേപോലെ വീഡിയോ ചെയ്യണതുകൊണ്ടായിരിക്കും, പിന്നെ കുറേ പ്രോഡക്റ്റ്സ് ഇതേപോലെ വാങ്ങിച്ച് അത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം അവർക്കൊക്കെ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്തേക്കുന്നത് ലാ റോഷ് പോസ. പിന്നെ അവരുടെ സ്കിൻ കൺസേൺ അനുസരിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ലാ റോഷ് പോസയാണ്. പക്ഷേ കറൻറ്റ്ലി ഞാൻ കൊറിയൻ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യണത്. കൊറിയൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ എൻ്റെ സ്കിന്നിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്കിൻ കെയർ പ്രോഡക്റ്റ്
ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓഫ് കോഴ്സ് സൺസ്ക്രീനാണ്. ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയണില്ല. കാര്യം എനിക്കിപ്പോൾ കൂടുതൽ എന്താ ലാ റോഷ് പോസി ആയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ അതിനോടൊരു ഇഷ്ടം തോന്നിയിരുന്നു. ഇപ്പോൾ ഞാൻ കൊറിയൻ പ്രോഡക്ട്സും കൂടി യൂസ് ചെയ്തപ്പം അതും എനിക്കറിയാം, എനിക്ക് ഇതേപോലെ PR കിട്ടിയ പ്രോഡക്ട്സ് യൂസ് ചെയ്തത് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന പ്രോഡക്റ്റ് എന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, എല്ലാം യൂസ് ചെയ്തിട്ട് പിന്നെ പറയാം ഏതാണ് ബ്രാൻഡ് ഞാൻ പറയാം. അല്ലാതെ എനിക്ക് സൺസ്ക്രീൻ എന്ന് പറയാം. സൺസ്ക്രീൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇല്ലാതെ ഞാൻ വർക്കിനൊക്കെ പോകും, അല്ലെങ്കിൽ ലിപ് ബാം ഇല്ലാതെ ഞാൻ വർക്കിന് പോകും. പക്ഷേ സൺസ്ക്രീൻ ഇല്ലാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അത് വിൻ്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും. സോ മൈ ഫേവറേറ്റ് സൺസ്ക്രീനാണ് സ്കിൻ കെയർ പ്രോഡക്ട്സിൽ ഞാൻ പറയുള്ളൂ. ആൻഡ് മേക്കപ്പ് ചോദിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പറയട്ടെ. മേക്കപ്പിൽ എനിക്ക് ഹൈലൈറ്റേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഹൈലൈറ്റേഴ്സിൽ എനിക്ക് ഇപ്പം വരെ എൻ്റെ ഫേവറേറ്റ് ലൈഫ് ടിൻറ്ററാണ്. അത് ഇഷാനി കൃഷ്ണക്കാട് താങ്ക്സ് പറയണം. എനിക്ക് ഇഷാനി കൃഷ്ണയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് സ്കിൻ ലൈക്ക് ആയിട്ടിരിക്കും. ഇപ്പം ഞാനൊന്നും ഇട്ടിട്ടില്ല. ഇത് ജസ്റ്റ് ലിപ്സ്റ്റിക്കും ജസ്റ്റ് ഞാനൊരു ഗ്ലോ മിസ്റ്റ് മാത്രം അടിച്ചിട്ടുള്ളൂ കേട്ടോ, അല്ലാതെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഐഷാഡോയും ഐലൈനർ അത് കുറച്ച് വൃത്തിക്കിരിക്കട്ടെ വീഡിയോയിലെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്തതാണ്. ഓക്കെ, എൻ്റെ ഒക്കെ എടുക്കണല്ലേ അതുകൊണ്ട്. അപ്പം ഞാൻ മേക്കപ്പ് അതെനിക്ക് ചോദ്യം വന്നിട്ടില്ല. സ്കിൻ കെയർ ആണ് എന്നോട് ചോദിച്ചത്. പക്ഷേ എനിക്ക് സ്കിൻ കെയർ പ്രൊഡക്ട്സിനെക്കാട്ടും ഏറ്റവും ഇഷ്ടം മേക്കപ്പ് ആട്ടോ. പിന്നെ എങ്ങനെയാണ് ഞാൻ വർക്കും യൂട്യൂബും ഫാമിലിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചോദിച്ചു. എന്നെ സംബന്ധിച്ചോളം അത് കുറച്ച് ഞാൻ പറഞ്ഞു, അത് ഡിഫിക്കൽട്ടാണ്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് ഈസി ഫോർ മീ. എന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യണേ. പിന്നെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ രാവിലെ 9:30 ഇറങ്ങി ഇവിടെ 7:30 ഒക്കെ ആകും. 7:30 വന്നിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യണത്. അതും പ്രൊമോഷൻ വീഡിയോസൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യണതുകൊണ്ട്. അല്ലാത്ത വീഡിയോസ് ഞാൻ ഇതേപോലെ ഇപ്പം കണ്ടില്ലേ, പ്രിപ്പേർഡൊന്നുമല്ല. എന്താണ് വന്നത് അല്ലെങ്കിൽ എൻ്റെ ജെന്യൂൻ റിവ്യൂ അല്ലെങ്കിൽ ജെന്യൂനായിട്ടുള്ള കാര്യമായിരുന്നു ഞാൻ യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പെയ്ഡ് എന്ന എല്ലാ പ്രൊമോഷൻ വീഡിയോയിലും ചെയ്യാറുണ്ട്. അപ്പോൾ അതെൻ്റെ പ്രൊമോഷൻ വീഡിയോ ആയിരിക്കും. അപ്പം അല്ലാതെ ഞാൻ എന്താണേലും ജസ്റ്റ് ഇങ്ങനെ പറയാം, അല്ലാതെ ഇങ്ങനെ ജസ്റ്റ് നോക്കാം. അതുപോലെ ഇപ്പോൾ പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് ചെയ്യാൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. കാര്യം നമ്മൾ ഇത്രയും വർക്ക് ചെയ്ത് ആകെ കിട്ടണ ഈ സാറ്റർഡേ സൺഡേയാണ്. അപ്പോൾ ഇനി സാറ്റർഡേ സൺഡേ കുറച്ച് അത് യൂസ് ആക്കാമെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഞാൻ സാറ്റർഡേ സൺഡേ ഇങ്ങനെ റെസ്റ്റ് എടുക്കും. കാര്യം എന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ ജോലി ചെയ്യണതുകൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേ അല്ലേ കിട്ടണത്. അപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട്. പക്ഷേ ഇനി കുറച്ച് കൂടുതൽ ആക്റ്റീവ് ആവണം എന്ന് എനിക്ക് തോന്നി. ആക്റ്റീവ് ആവണം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് യൂട്യൂബിൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ചെയ്ത് തുടങ്ങണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതൊക്കെ ഞാൻ സൂൺ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾ കാണുന്നതായിരിക്കും. നിങ്ങൾ കാണാതൊന്നും എൻ്റെ ലൈഫിൽ അങ്ങനെ കാണാത്തൊന്നും ലൈഫിലെന്നല്ല, അതുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പുതിയതായിട്ട് ഹാബിറ്റ്സ് തുടങ്ങുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോടും പറയാറുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ പിന്നെ ഫേവറേറ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും എഴുതി വെച്ച കാര്യം. അത് എനിക്ക് ഒരാളല്ല, ഒരു 3 പേര് അത് ചോദിച്ചിട്ടുണ്ട്. 3 പേരെന്തോ അത് ചോദിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണോണ്ടായിരിക്കും. പക്ഷെ എനിക്ക് മേക്കപ്പ് ചോദിച്ചില്ല, അതുകൊണ്ട് എനിക്ക് സാഡാണ്. ഐ എം സാഡ്. പിന്നെ ക്യാമറ ആണോ ഫോണാണോ യൂസ് ചെയ്യണതെന്ന്, ഞാൻ ക്യാമറ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ ക്യാമറ ഒന്നുമില്ല. എൻ്റെ കയ്യിലുള്ളത് ഫോണാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് iPhone 17 ആണ്. നേരത്തെ ഞാൻ യൂസ് ചെയ്ത് വെച്ചത് 14 ആണ്. ഇതിപ്പം 17ഉം. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ എല്ലാം 17 Pro Maxലാണ്. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ അതാണ്. അപ്പോൾ അതിലായിരിക്കും എടുക്കുന്നത്. പിന്നെ എഡിറ്റ് ചെയ്യണതൊക്കെ ഞാനാണ്. അതിനെക്കുറിച്ചുള്ള വേറെ ഒരു വീഡിയോ ഞാൻ സൂം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങളുടെ സമയം ഞാൻ കളയാനില്ല. ലാസ്റ്റ് നിങ്ങൾ ബോറടിച്ച് പോകരുത്. വാട്ട്സ് എ ഡ്രീം കൊളാബ്? അങ്ങനെയൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പ്രതീക്ഷകൾ വെച്ചിട്ടല്ല. ശരിക്കും നമ്മൾ ആഗ്രഹിക്കണം. മറ്റേ ചിലവരൊക്കെ പറയും കുന്നോളം ആഗ്രഹിക്കണമെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ആഗ്രഹങ്ങളൊന്നും വെച്ചിട്ടല്ല. എനിക്ക് ഇങ്ങനെ ഇതിനോട് വലിയ അങ്ങനത്തെ നമ്മൾ പ്രതീക്ഷ വെച്ചിട്ടല്ലല്ലോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ കിട്ടുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഞാനിത് ചിന്തിക്കാറില്ല, ഇതുവരെ ചിന്തിച്ചിട്ടില്ല. സൂൺ ചിന്തിച്ചാൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. പിന്നെ നമ്മൾ നമ്മുടെ ഡ്രീമും കാര്യങ്ങളും ആരോടും പറയാതെ തന്നെ നടത്തുന്നതായിരിക്കുമല്ലോ നല്ലത്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറയില്ലായിരിക്കും. What's your biggest challenge? Please, biggest challenge.
അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യരുത്, ഓക്കെ എന്ത് ഈസി ലൈഫാണ് കാര്യങ്ങളാണ്, അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഈ രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ചലഞ്ച് ഫേസ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കത് എങ്ങനെ ചലഞ്ച്, നിങ്ങൾ ഏത് രീതിയിലാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി യൂട്യൂബിലാണോ അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണോ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ എനിക്കിപ്പോൾ പറയാൻ മാത്രം അത്രയും ചലഞ്ച് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. കാര്യം എനിക്ക് അത്രയും നെഗറ്റീവ് കോമൻസ് വരാറില്ല. വരാറുണ്ട്, ലൈക്ക് അവർ പറയാറുണ്ട്. പിന്നെ ഞാനെല്ലാം നെഗറ്റീവായിട്ട് കാണാറില്ല. എനിക്ക് അഴക്കണതിലും ഞാൻ അവരുടെ സൈഡും കൂടി, ഞാനിപ്പം എന്തുണ്ടെങ്കിലും ഞാൻ അവരുടെ സൈഡും കൂടി ചിന്തിക്കണ ഒരു വ്യക്തിയാണ്. ഓക്കെ, അവരെന്തെങ്കിലും അത് അവരുടെ ഒരു ഇതാണ്. ഇപ്പം എനിക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നുണ്ട്, പക്ഷെ അധികം വരാറില്ല. ഇതുവരെ ഇനി വരുമെന്ന് എനിക്കറിയില്ല, വരുമായിരിക്കുമല്ലോ. നമ്മളിവിടെ ആകുമ്പം ഞാൻ എല്ലാം പ്രതീക്ഷിച്ച് തന്നെ വന്നേക്കണം. നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും ഒരു കുഴപ്പമില്ല എന്ന് വിശ്വസിച്ച്, അങ്ങനെയാണ് എൻ്റെ മൈൻഡ്. കാര്യം ഞാൻ അങ്ങനെ ബോധവടാവണ ഒരു വ്യക്തിയല്ല. നെഗറ്റീവ് വന്നാൽ എന്നാലും ഇതെന്താ പറഞ്ഞതെന്നൊക്കെ ഞാൻ വിചാരിക്കും, അല്ലാതെ ഞാൻ അത് വലിയ കാര്യമൊന്നും ആക്കാറില്ല. പിന്നെ അവർ പറയണത് ഞാൻ നെഗറ്റീവായിട്ട് തന്നെ റിപ്ലൈ കൊടുക്കാറില്ല, ഞാൻ പോസിറ്റീവായിട്ട് തന്നെ റിപ്ലൈ കൊടുക്കാറുള്ളൂ. ഒരു വ്യക്തികൾക്കും നിങ്ങൾ എൻ്റെ കമൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ട് തന്നെ പറയില്ല. റീസെൻ്റ്ലി എനിക്ക് വന്ന ഒരു കാര്യമാണ് സംസാരം ഫേക്ക്. ഞാൻ ഫേക്കല്ല, ഫേക്ക് ആക്സൻറ്റും കാര്യങ്ങളും ശ്രമിക്കാറില്ല. ഞാൻ എന്താണ് അതാണ് ഇതിൽ സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ ചിലപ്പം ഇപ്പം ചില സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു രീതിയിൽ ആ ഒരു ടൂണിൽ ഞാൻ സംസാരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് ഫേക്കാക്കാനും ഞാൻ ഒരാളെ ഇതുവരെ കോപ്പി ചെയ്യാനും ഇത് ചെയ്യാനും നിന്നിട്ടില്ല. എനിക്കതിന് താല്പര്യമില്ല. ഓൾറെഡി ഞാനങ്ങനെ എന്താ ഭയങ്കരമായിട്ട് പഠിച്ച് അതിനൊന്നും എനിക്ക് സമയമില്ല. ബാക്കിയെല്ലാം നോക്കി കോപ്പി അടിക്കാനോ ബാക്കിയെല്ലാം നോക്കി ഫേക്ക് ചെയ്യാനോ എനിക്കറിയില്ല. ഞാൻ എന്താണ് അതാണ് ഞാൻ ചെയ്യണത്. എന്താ എൻ്റെ സംസാരം അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ആക്സെൻറ്റ് ഇതാക്കാൻ നോക്കുക, അതൊന്നുമില്ല. ഞാൻ നിങ്ങൾ എന്താണ് എനിക്ക് വായി വന്നത് അതായിരിക്കും ആ വീഡിയോയിൽ. ഇപ്പം നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഇരിക്കണമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇപ്പോൾ ചെയ്യണ ആൾക്കാർ കുറേ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. ഞാൻ ഒരു വീഡിയോയിൽ തീർക്കുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ ഹസ്ബൻഡിന് അറിയായിരിക്കും. ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നാൽ അതപ്പം ജസ്റ്റ് എന്താണ് വന്നത് അത് തന്നെ അതിൽ ആഡ് ചെയ്യും. കൂടുതലൊന്നും അത് കറക്റ്റ് ചെയ്യാനോ നിൽക്കാറില്ല. അതുകൊണ്ട് അത് ഫേക്ക് ആക്കാനും എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനെയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. പിന്നെ ഒരാൾക്കാർ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഞാൻ റെസ്പെക്റ്റ് തരുന്നു, നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറയുന്നു, അത് വേണമല്ല. നമ്മൾക്ക് ഇപ്പം എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അതെനിക്ക് ശരിയാക്കാനും കൂടി പറ്റും. അതുകൊണ്ട് ഞാൻ എല്ലാം നെഗറ്റീവായിട്ട് കാണില്ല. എന്ത് നിങ്ങളോട് പറഞ്ഞാലും അത് ഞാൻ ഇത് ചെയ്യും, ഉത്തരവും പറയും. പക്ഷെ നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങളുടെ ഇതിൽ ഞാൻ റെസ്പെക്റ്റ് ചെയ്യും. പിന്നെ ഞാൻ അധികം ബോധവടാവാറില്ല, അധികം ഇതാക്കാറില്ല കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് വലിയ ചലഞ്ചൊന്നും ഫേസ് ചെയ്യാണ്ടി വന്നിട്ടില്ല. ഈ യൂട്യൂബാണ് ഉദ്ദേശിക്കണമെങ്കിൽ. അല്ലാതെ ഇപ്പോൾ ലൈഫിൽ നമ്മൾ കുറേ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ലൈഫാണെങ്കിലും നമ്മൾ ചലഞ്ച് ഫേസ് ചെയ്യാതെ ഓരോ ഏജിൽ നമ്മൾ ഓരോന്ന് പഠിക്കാതെ നമ്മളിവിടെ എത്തില്ല. അപ്പം എനിക്ക് ഈ ഒരു ഏജ് ആയിട്ടുണ്ടെങ്കിൽ അത്രയും ഏജിൽ ഞാൻ കടന്നു പോകുമ്പോൾ കുറച്ച് ചലഞ്ചൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ എത്തിയേക്കുന്നത്. അതെനിക്ക് പറയാൻ അവസരം വരുമ്പം ഞാൻ പറഞ്ഞിരിക്കും, അവസരം വരട്ടെ അപ്പം ഞാൻ പറയും. വെയിറ്റ് ചെയ്യൂ. ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ് സോ ഫാർ, എനിക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, കുറേ നന്മകൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തെ മാത്രം വിശ്വസിച്ചിട്ടില്ല. ദൈവം എനിക്ക് തന്നതാണെന്നാണ് എനിക്ക് നല്ലത്. അപ്പം നമുക്ക് തരുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് സങ്കടങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മെൻ്റൽ സ്ട്രെസ്സും കാര്യങ്ങളും അനുഭവിച്ചാലും ദൈവം എനിക്ക് അടിപൊളി സാധനങ്ങൾ, അതാണ് പറയണത്. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഫേസ് ചെയ്യേണ്ടി വരും, പക്ഷേ അറ്റ് ലാസ്റ്റ് നമുക്ക് ഒരു 2 മാസം 3 മാസം കഴിഞ്ഞ് ഏറ്റവും ബെസ്റ്റായിരിക്കും നമ്മുടെ ലൈഫിലോട്ട് വരുന്നത്. അത് എൻ്റെ എല്ലാ കാര്യത്തിലേക്കും ഞാൻ എനിക്ക് നല്ലത് വരുമ്പോൾ കിട്ടിയേക്കണ കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു എന്താ യൂട്യൂബാണ് നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻ എന്ന് എനിക്ക് അത്ര മനസ്സിലാവണില്ല. ചിലപ്പോൾ ഞാനിപ്പം അങ്ങനെയൊന്നും Q&A ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയില്ല എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പം പ്രോപ്പറായിട്ട് ഇന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. നെക്സ്റ്റ് Q&A ഇട്ട് അപ്പം എന്താ പറയുക, യെസ്. അപ്പം എന്ത് ഇത് അച്ചീവ്മെൻ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ ഞാൻ ദൈവം തന്നെയെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഹാർഡ് വർക്ക് ഓഫ് കോഴ്സ് ഉണ്ടാവും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ കിട്ടില്ല. പക്ഷെ ഹാർഡ് വർക്ക് എന്നിൽ തന്നാലും ഞാൻ എൻ്റെ ഒരു
5% ഹാർഡ് വർക്ക് ആണെങ്കിൽ എൻ്റെ 90% ഞാൻ ദൈവത്തിലാണ് കൊടുക്കാറ്. ബാക്കി 5% എനിക്ക് കിട്ടുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന എൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റ്സിലും ഇപ്പം യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഞാനിപ്പോൾ കറൻ്റ്ലി ഓഫ് കോഴ്സ് ഞാനൊരു സ്റ്റെപ്പ് ഒരു പടി മുന്നോട്ട് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ നമ്മളെ നോട്ടീസ് ചെയ്യുമ്പോഴാണല്ലോ ഇതേപോലെ നമുക്ക് കൊളാബും കാര്യങ്ങളും ഒക്കെ കിട്ടണത്, അല്ലാതെ വെറുതെ കിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ഒരു ബ്രാൻഡിനും അങ്ങോട്ട് ചെന്ന് പോയിട്ടില്ല, എല്ലാവരും എന്നെ ഇങ്ങോട്ട് കൊണ്ടേ ഇന്ന് വരെ ചെയ്തേക്കണ കൊളാബ്സും എനിക്ക് ഇങ്ങോട്ട് വന്നേക്കണതാണ്. അപ്പം ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഇങ്ങോട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഇത്രയും ഇന്ന് വരെയുള്ള കൊളാബ് ചെയ്തേക്കണത്. അപ്പോൾ ഇന്നെന്താ ഡേറ്റ്? ജൂൺ 27. ഓക്കെ. അപ്പം ഐ എം സോ പ്രൗഡ്. കാര്യം ഒരു സപ്പോർട്ടില്ലാതെ ഇങ്ങനെ തുടങ്ങിയതും ഒരാൾ സപ്പോർട്ട് ചെയ്യാതെ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പോലും അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ പോലും ആരും പോസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കുറേ പേര് എന്നെ ടാഗ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു ടാഗും അക്സെപ്റ്റ് ചെയ്യാറില്ല. ഇപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ടാഗ് പോലും ഇത് ചെയ്യാറില്ല. കാര്യം അത് ബാക്കിയുള്ളവർക്ക് തന്നെ തോന്നുള്ളൂ, ഓക്കെ ഇവരുടെ ചെയ്യണുണ്ടെന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഒരാളുടെയും ടാഗുകൾ ഞാനിപ്പോൾ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യാറില്ല. ഇപ്പം ഞാൻ സപ്പോർട്ട് കൊടുക്കാറുണ്ട്, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇത് ചെയ്യാറുണ്ട്. കാര്യം എനിക്കതിന് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഇപ്പം ഷെയർ ചെയ്യണേനും ഇത് ചെയ്യണേനൊന്നും ഞാൻ പറയണില്ല, അതൊക്കെ വളരെ നല്ലതാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്തോ എൻ്റെ ഭാഗ്യത്തിനാണ് ഇത്രയും ഇതായത്. കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, ഒരാളുടെ ഹെൽപ്പ് വന്നിട്ടില്ല, ഒരു വ്യക്തി എൻ്റെ ഒരു വീഡിയോ പോലും അങ്ങനെ സ്റ്റോറി ഇട്ടിട്ടില്ല. ഇട്ടേക്കണ ആൾക്കാരുണ്ട്, അവരിപ്പോൾ എൻ്റെ ലൈഫിലില്ല. അങ്ങനെ പേരുകൾ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാളെനിക്ക് ഉണ്ടായിരുന്നു, ഹു വാസ് മൈ ഫ്രണ്ട്. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. പക്ഷേ പല കാരണങ്ങളാൽ ആ ഒരു ഫ്രണ്ട് ഇപ്പം എൻ്റെ ലൈഫിലില്ല. അതല്ലാതെ എൻ്റെ ഓർമ്മയിൽ ആരും എനിക്ക് ഇട്ടിട്ടില്ല. ഈവൻ ഞാനിടാറില്ല, ആരും ഇടാറില്ല സത്യം പറഞ്ഞാൽ. പിന്നെ സാക്കിൻ്റെ പ്രൊഫൈലാണ്. സാക്കിൽ ആകെ വീട്ടിലറിയാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ഇടാറുണ്ട്. സോറി ഗൈസ്, പ്ലീസ്. യെസ്, അപ്പം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ളവരോടും പറയേണ്ടത്, നമ്മൾ ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ട് ചേരുന്നത് നമ്മൾ ഒറ്റയ്ക്ക് നേടുമ്പോൾ അതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല. കാര്യം ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ അത്രയും ഹാപ്പി ആണ്. കാരണം ഞാൻ ഒരാളുടെ സപ്പോർട്ടില്ലാതെ അല്ലെങ്കിൽ ഒരാളുടെ ഇതില്ലാതെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണത്. അന്ന് ആരും ഷെയർ ചെയ്യാഞ്ഞത്, അന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാഞ്ഞതിന് ഞാനിപ്പോൾ സന്തോഷിക്കുന്നത്. എനിക്ക് ഓക്കെ ഇവരെന്നെ ഇത് ചെയ്തിട്ടുണ്ട്, ഇവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടെന്ന് വിശ്വസിക്കണില്ല. അതെൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കണതെന്ന് ഇപ്പം സന്തോഷത്തോടെ എനിക്ക് പറയാം ഇപ്പോഴും. പിന്നെ എനിക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളും പറയുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള, അത് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യും ടിപ്സ് ഇതും. അപ്പം പറയണതിന് മുമ്പ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാമെന്ന് വിചാരിക്കണം. നമ്മൾ വളരുമ്പോഴും നമുക്ക് സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്കിപ്പോഴും സപ്പോർട്ടൊന്നും കിട്ടണമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും. അപ്പം നമ്മൾ സപ്പോർട്ടൊന്നും, പിന്നെ നമ്മൾ ആരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. അവരവരുടേതായ ടൈം ഉണ്ടാവും, അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ, പക്ഷെ നമ്മൾ മനസ്സിൽ വിചാരിക്കുമല്ലോ. അപ്പം ഐ എം സോ ഹാപ്പി. ഒരു സപ്പോർട്ടില്ലാതെയാണ് ഞാൻ ഇപ്പം നേടുന്ന കാര്യങ്ങൾ ഞാൻ നേടിയേക്കുന്നത് എല്ലാം. അതിൽ ഞാൻ വളരെ ഹാപ്പിയും പ്രൗഡായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മുന്നോട്ടുള്ള കാര്യങ്ങൾ കാര്യം മുന്നോട്ട് ഇതിൽ കൂടുതൽ എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഇതിൽ കുറവായിരിക്കും കിട്ടണമെന്നോ ഞാൻ അതൊന്നും ആഗ്രഹിക്കണമില്ല, പ്രതീക്ഷകൾ വെക്കണമില്ല. പക്ഷേ ഇതുവരെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യില്ല. കൊളാബും കാര്യങ്ങളും കിട്ടാൻ തന്നെ ഒരിത്തിരി സക്സസ് തന്നെയാണ് ഈ ഒരു ഫീൽഡിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതെല്ലാം ഇങ്ങോട്ട് കോണ്ടാക്ട് വന്നേക്കണം. അതും എനിക്ക് കൂടുതലും ഞാൻ നാട്ടിലുള്ള എല്ലാ നാട്ടിലും എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് നാട്ടിലുള്ള പ്രോഡക്ട്സും കാര്യങ്ങളും എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ എടുക്കാറില്ല. ഞാൻ ഇവിടെ നിന്നാണ് കൂടുതൽ എടുക്കാറ്. ഇവിടെ ഷിപ്പിംഗ് വന്നത് UK കാര്യങ്ങളൊക്കെ എടുക്കാറ്. അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സക്സസ് ആയിട്ടുണ്ട് വിത്തൗട്ട് ഹെൽപ്പ്. അതെനിക്ക് വളരെ പ്രൗഡായിട്ട് ഇപ്പോൾ പറയാൻ പറ്റണത്. അപ്പം നിങ്ങളും ആരുടെയും ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യാൻ നോക്കുക. കണ്ടിന്യൂസായി ചെയ്യാൻ നോക്കുക. മെയിനായിട്ട് ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ഇട്ട് ചെയ്യാം കേട്ടോ. ഫേവറേറ്റ് പ്ലേസ് ഇൻ UK.
ഫേവറേറ്റ് പ്ലേസ് ഇൻ UK എന്ന് പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ ട്രാവൽ അധികം ചെയ്യാറില്ല. ഇപ്പോൾ ബാലുവിനെ സംബന്ധിച്ചോളം ബാലു ഷിപ്പിലാകുമ്പോൾ മിക്ക കൺട്രീസും കവർ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം കുറേ കൺട്രീസ് കവർ ചെയ്തേക്കണം. ഞാൻ എന്ന് പറയണത് എനിക്കങ്ങനെ അങ്ങനെ ട്രിപ്പ് പോകാനും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നു. ഞാൻ മാത്രം ഉണ്ടാവില്ല ഈ ലോകത്തെന്ന് എനിക്കറിയില്ല. ഇനി ഇത് കാണുന്ന ആരെങ്കിലും ഇങ്ങനത്തെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഷോപ്പിംഗ്, അതാണ് എനിക്ക്, ഞാൻ പൈസ കളയുന്നത് ഷോപ്പിങ്ങിലാണ്. ട്രിപ്പിന് എനിക്കതിനോട് വലിയ താല്പര്യം. എനിക്ക് ഭയങ്കര മടിയാണ് ട്രാവൽ ചെയ്യാനൊക്കെ, ഭയങ്കര മടിച്ചാണ്. ട്രാവൽ ചെയ്യാൻ അത്ര ഇഷ്ടപ്പെടും. ട്രാവൽ ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് അല്ലെങ്കിൽ നാട്ടിലോട്ട്, ഇന്ത്യ, കേരള, അതല്ലാതെ എങ്ങോട്ടും പോകാനൊന്നും വലിയ ഇതൊന്നും എനിക്കില്ല. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണം എന്താ കേരളത്തിൽ നിന്ന്? ഓഫ് കോഴ്സ് വീട്ടുകാർ. അപ്പോൾ അപ്പനമ്മ, അല്ലാതെ വേറെ ആര്? നമുക്കായിട്ടുള്ളത് അവർ മാത്രമല്ലേ. പിന്നെ മമ്മിയും ബാലുവിൻ്റെ അമ്മ കേട്ടോ. അങ്ങനെ, അതല്ലാതെ വേറെ ആര്? ഫുഡൊന്നും അത്ര വലിയ ഞാൻ ഫുഡി അല്ല. അപ്പം പിന്നെ ഫുഡും എനിക്ക് മിസ് ചെയ്യേണ്ട കാര്യമില്ല. അവരല്ലാതെ വേറെ ഒന്നും എനിക്ക് കേരളത്തിൽ നിന്ന് മിസ് ചെയ്യണില്ല. പിന്നെ ഇടയ്ക്ക് പള്ളിപ്പെരുന്നാളൊക്കെ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷെ എനിക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വേറെ ഒന്നും എനിക്ക് ഇപ്പം തൽക്കാലം മിസ്സാവണില്ല. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ. ഇനി മുന്നോട്ട് എനിക്കറിഞ്ഞില്ല. പിന്നെ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ UK ഇങ്ങോട്ട് വരുമ്പോൾ കരഞ്ഞിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കരഞ്ഞായിരുന്നു. അതെന്താണെന്ന് എനിക്ക് തോന്നിയത് വേണമെങ്കിൽ വേറൊരു കണ്ടൻറ്റൊക്കെ തന്നെ നമുക്ക് എടുക്കാം. അഡ്വൈസ് ഫോർ ന്യൂ ക്രിയേറ്റേഴ്സിൻ്റെ അഡ്വൈസ് ചെയ്യാൻ മാത്രം ആരുമല്ല ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞു വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഞാനിപ്പോൾ ചെയ്യണില്ല. ഞാനത് സത്യം പറഞ്ഞാൽ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം തന്നെ ഇത്രയും ലെങ്തായി, അതുകൊണ്ട് എനിക്ക് അത് സെപ്പറേറ്റ് നമുക്ക് ചെയ്യാം. ഫോളോവേഴ്സ് അറിയാത്ത കാര്യം, അത് കഴിഞ്ഞ ഇതിലും ഉണ്ടായിരുന്നു. ഈ സെയിം ആൾക്കാരാണ് എനിക്ക് കമൻ്റ് ഇടണത്. ചുമ്മാ ക്വസ്റ്റ്യൻ ചോദിക്കണത് ഇല്ലട്ടെ, ഡിഫറെൻ്റ് ആരുമായിരുന്നു. യെസ്. അപ്പോൾ അറിയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, നമ്മളെ ലൈഫിൽ ചിലപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ളത്, നല്ലത്, അല്ലെങ്കിൽ ഇതാണ് ഇതിൽ കാണിക്കാൻ ഇഷ്ടപ്പെടണത്. അപ്പം അല്ലെങ്കിൽ നല്ലതെന്ന് വെച്ചാൽ ഇതേപോലെ ഷോപ്പിംഗ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ലൈഫിലുള്ളത് എല്ലാം തുറന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയല്ല, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. എല്ലാം ഓപ്പണായിട്ട് ഇരിക്കുക. ഈവൻ ഞാൻ പുറത്തു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ഒന്നും വീഡിയോ എടുക്കാറില്ല. അത് എടുക്കാനൊരു ചമ്മലോ ഇതൊന്നും അല്ല. ഇപ്പം എനിക്ക് അത്രയും ചമ്മലും കാര്യങ്ങളൊന്നുമില്ല, ഇതൊന്നുമില്ല. എടുക്കാത്തത് ഞാൻ അതിലിങ്ങനെ കുറച്ച് ഇതാകും. അല്ലാതെ ഇപ്പം നാട്ടിൽ പോയപ്പോൾ ഞാൻ ഫോൺ അങ്ങനെ യൂസ് ചെയ്തില്ല. എനിക്ക് എന്തോരം കണ്ടന്റ് ഉണ്ടാക്കാറുണ്ട് നാട്ടിൽ പോയപ്പോൾ. പക്ഷേ ഞാൻ അതിൽ എൻജോയ് ചെയ്യണം എന്ന് വിശ്വസിക്കുന്നു. എല്ലാം എനിക്ക് കണ്ടന്റ് ആക്കാനും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഇതേപോലെ കാണിച്ചു കൊടുക്കാനും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ കുറച്ച് സന്തോഷങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുക, അല്ലെങ്കിൽ കുറച്ച് മെമ്മറി ആക്കുക, മെമ്മറീസ് വെക്കുക. അതിനാണ് ഞാൻ സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യണത്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യും. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാത്ത കാര്യം എന്ന് പറയാൻ എന്തോരം ഉണ്ടാകും അല്ലേ. എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ എല്ലാം പറഞ്ഞു കിടക്കുന്നു യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അത്ര വാലിഡ് അല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്, ആരും ആൻസർ ചെയ്യാത്തൊരു ക്വസ്റ്റ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയാൻ പ്രസൻ്റായിട്ടൊരു പ്ലാൻ ഇല്ലാത്തപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാവില്ലല്ലോ. ഞാൻ യൂട്യൂബിന് വേണ്ടി ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ യൂട്യൂബിൽ ഞാൻ വീഡിയോ പോലും പ്രോപ്പറായിട്ടല്ല അപ്ലോഡ് ചെയ്യണം. നിങ്ങൾക്കതറിയാമോ? ഞാനതൊക്കെ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു ഇതൊക്കെ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ഓഫ്കോഴ്സ് ഞാൻ പണ്ടേ വൈറലാവേണ്ടിയിരുന്നു. അത് കാരണം കേട്ടോ, അങ്ങനെയൊന്നുമില്ല. ഞാനങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ യൂട്യൂബിലൊന്നും വെക്കണില്ല. പക്ഷെ ലൈഫിൽ ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളും ഉണ്ട്. അല്ലാതെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ അങ്ങനെ ഫ്യൂച്ചറൊന്നും കാണുന്നില്ല. കാര്യം നമ്മൾ ഇതിൽ കാണുന്ന വലിയ കാര്യമാണ് ഇത്. അത് മാത്രം ചെയ്യണ ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ അങ്ങനെയല്ല. എനിക്ക് ജോബും കൂടി ഫോക്കസ് ചെയ്യണമുണ്ട്, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണമുണ്ട്. എനിക്ക് അത് മാത്രമായിട്ട് ഫ്യൂച്ചർ പ്ലാൻ ഇല്ല. സത്യം പറഞ്ഞാൽ അത് സത്യം കേട്ടോ. അല്ലെങ്കിലും ഞാൻ ജെന്യുവനായിട്ടാണ് സംസാരിക്കണത്. ഞാൻ സത്യമാണെന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അധികം പ്ലാനൊന്നും ഞാനിതിൽ പറയില്ലെന്ന്. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ മാത്രമല്ല, അത് മാത്രം ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഫ്യൂച്ചർ പ്ലാൻസ് ഉള്ളത്. എനിക്ക് എന്തായാലും ഇതിൽ അങ്ങനെ പ്ലാൻസും കാര്യങ്ങളൊന്നുമില്ല. ഇതെങ്ങനെ പോകണം, ആ ഫ്ലോയിൽ പോണേന് ഞാൻ അത്രയില്ല. ഞാൻ എൻ്റെ ലൈഫിലും അങ്ങനെയൊന്നും അതങ്ങോട്ട് നടക്കാം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ അത് ദൈവത്തിലേൽപ്പിക്കും, അത്രയേ ഉള്ളൂ.
ഓ പിന്നെ വന്നത് എബ്രോഡ് താമസിക്കുന്ന ഹാർഡസ്റ്റ് പാർട്ട്. അത് നമുക്ക് വേറൊരു കോണ്ടന്റ് തന്നെ ആക്കാം. ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പല പല കാര്യങ്ങൾ പല പല ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി കണ്ടിട്ടുണ്ട്. നാട്ടിലുള്ളപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നമുക്ക് വേറെ ഒരു കണ്ടന്റ്, ഞാൻ പറഞ്ഞില്ലേ UK നമുക്ക് വേറെ ഇത് ചെയ്യാം. ഹാവ് യു എവർ ബ്ലോക്ക്ഡ് എ ഫോളോവർ? ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജെന്യുവനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയാം ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റോപ്പ് ടോക്ക് വന്ന ആൾക്കാർ കുറേ പേര് ബ്ലോക്കിംഗ് ലിസ്റ്റിലുണ്ട്, എസ്പെഷ്യലി ഫേസ്ബുക്കിൽ. ഇൻസ്റ്റാഗ്രാമിൽ നോക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് ബാഡായിട്ടുള്ള സംസാരം, അത് ഉദ്ദേശിച്ച നെഗറ്റീവ് അല്ല, ബാഡായിട്ടുള്ള ടോക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കൂടുതൽ അങ്ങോട്ട് മെസ്സേജ് അയക്കാറ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുക, അതാണ് പിന്നെ പ്രശ്നമില്ലല്ലോ. അത്രയേ ഉള്ളൂ, നമ്മളങ്ങോട്ട് ബ്ലോക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരാളെ അല്ല. അതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ. ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്. കാര്യം ബാഡ് ടോക്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതിന് ബോൾഡായിട്ട് റിപ്ലൈ പറയാൻ മാത്രം അത്ര ചിന്തിക്കണ ഒരു വ്യക്തിയല്ല ഞാൻ. പിന്നെ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് മാറ്റമാണ് വന്നേക്കണേന്ന്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റം. എസ്പെഷ്യലി ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് സംസാരിക്കാനാണ്. അത് ഞാൻ നന്നായിട്ട് സംസാരിക്കണം. ഞാൻ വീഡിയോയിൽ മാത്രമല്ല, ഇപ്പം ആൾക്കാരോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പണ്ട് ഞാൻ ഒരാളോട് മിണ്ടൂലായിരുന്നു, ഞാൻ ഒതുങ്ങി നിൽക്കുമായിരുന്നു. ചിലവർ ജാടയെന്ന് വിചാരിക്കും, ചിലവർ എന്തെങ്കിലും എന്നെ കാര്യം ഞാൻ മിണ്ടൂലാണ്. പക്ഷെ ഇപ്പം ഞാൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെയേറെ, എന്ന് വെച്ചാൽ പ്രമോഷനേക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സംസാരിക്കാൻ പഠിച്ചു. അതാണ് കാര്യം. എന്നെ അറിയാവുന്ന ആൾക്കാർ, അത് എനിക്ക് കുറേ പേര് ഞാൻ നാട്ടിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലാന്ന്. അതിൻ്റെ ഏറ്റവും മെയിൻ റീസൺ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ വീഡിയോ ചെയ്യണതാണ്, ഓഫ് കോഴ്സ് ആണ്. അപ്പോൾ അതാണ് എനിക്ക് വന്ന ഏറ്റവും വലിയ മാറ്റം. പിന്നെ വന്ന മാറ്റങ്ങളെല്ലാം ഞാൻ മറ്റേ ഒരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞില്ലേ, അതിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച്. ഇതുവരെ ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ തന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. എന്നെ അറിയാത്ത ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനതിൽ വളരെ ഗ്രേറ്റ്ഫുള്ളാണ് നിങ്ങളോടും, ഓഫ്കോഴ്സ് ദൈവത്തോടും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഞാനിപ്പോൾ എനിക്കിതേപോലെയൊക്കെ കിട്ടുന്നതും. അതിൽ ഞാൻ വലിയ ചെറിയ പ്രൗഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഞാൻ പ്രതീക്ഷിക്കാത്ത ബ്രാൻഡൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പം അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പം വേറെ നിങ്ങളൊക്കെ ഹെൽപ്ഫുള്ളായ വീഡിയോ ഞാൻ സൂൺ ചെയ്യുന്നതായിരിക്കും. കൊളാബിനും ഇതിനും എന്തൊക്കെ ടിപ്സും കാര്യങ്ങളും അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേഷൻ്റെ, അതെന്തായാലും സൂൺ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവണ ഒരു വീഡിയോ സൂൺ ഞാൻ ഇടുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.